നമസ്കാരം. ഈ നാട്ടില് മോഷണം, പിടിച്ചുപറി, കൊള്ള, സ്വർണ്ണക്കൊള്ള ഇതൊക്കെ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുന്ന ഈ ഭരിക്കുന്ന സർക്കാരിന്റെ മാത്രം കുത്തകയാണ് എന്നും ജീവിക്കാൻ വേണ്ടി പോലും ഒരുപക്ഷെ കടം തീർക്കാൻ വേണ്ടും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി പോലും സ്വന്തം കടം തീർക്കാൻ ഭാര്യയുടെ ചികിത്സ നടത്താൻ അതല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുന്ന ഹതഭാഗ്യർ അവരെ അതിനനുവദിക്കാതെ അവരെ സഹായിക്കാതെ പിടിച്ച് ജയിലിടാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു ഭരണ സംവിധാനം, ഒരു നിയമ സംവിധാനം. ലോട്ടറി വകുപ്പ് എന്ന് പറഞ്ഞ കള്ളന്മാർ അതെങ്ങനെ തന്നെ പറയാൻ കാരണം എത്ര രൂപയാണ് അവർ ലോട്ടറിയിലൂടെ പിരിച്ചെടുക്കുന്നത്, എത്ര രൂപയാണ് അവർ സമ്മാനമായി കൊടുക്കുന്നത്, അതിൽ തന്നെ എത്ര നികുതിയായി തിരിച്ചു പിടിക്കുന്നു എന്നത് മാത്രം പരിശോധിച്ചാൽ മതി. കണക്ക് ഞാൻ പറയുന്നില്ല. ഏതൊരു 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് കണക്ക് കൂട്ടാൻ അറിയാന്നുണ്ടെങ്കിൽ അവർ കൂട്ടി നോക്കിയ കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞു വന്നത് ഒരു വിഷമമുള്ളതുകൊണ്ടാണ്. ഒരു പത്രവാർത്ത കണ്ടിട്ടാണ്. സ്വന്തം വീട് സമ്മാനമായി പ്രഖ്യാപിച്ച് കൂപ്പണുകൾ വിറ്റയാൾ അറസ്റ്റിൽ. വാർത്ത പോലും നീതീകരിച്ചിട്ടല്ല കൊടുത്തേക്കുന്നത്. ഞാൻ ആ വാർത്തയൊന്ന് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ കാരണം എന്താന്നുള്ളത്. നടപടി ലോട്ടറി വകുപ്പിന്റെ പരാതിയിൽ. കേളകം. കടം വീട്ടാനും ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനും വീടും സ്ഥലവും വാഹനങ്ങളും സമ്മാനമായി പ്രഖ്യാപിച്ച് കൂപ്പണുകൾ വിറ്റ അടയ്ക്കാത്തോട്ടിലെ കാട്ടുപാലം ബെന്നി തോമസിനെ സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ബെന്നിയെ റിമാൻഡ് ചെയ്തു. 26-നാണ് നറുക്കെടുപ്പ് നിശ്ചയിച്ചിരുന്നത്. നറുക്കെടുപ്പിനായി സൂക്ഷിച്ചിരുന്ന കൂപ്പണുകൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ബെന്നി വിദേശത്ത് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നതിനാണ് വായ്പ എടുത്തത്. കോവിഡ് കാലത്ത് വ്യാപാരം തകർന്നു, സ്ഥാപനം നഷ്ടപ്പെട്ടു. ഇതിനിടെ ഭാര്യയ്ക്ക് ക്യാൻസർ ബാധിച്ചു. വായ്പ തിരിച്ചടയ്ക്കാനും ചികിത്സയ്ക്ക് വഴി കണ്ടെത്താനും പല വഴികളും തേടി. നടക്കാതെ വന്നതോടെയാണ് കഴിഞ്ഞ മാർച്ചിൽ 1500 രൂപയുടെ കൂപ്പണുകളുടെ വിൽപ്പന ആരംഭിച്ചത്. 10,000 കൂപ്പണുകൾ അച്ചടിച്ചു. ഒന്നാം സമ്മാനം 3300 ചതുരശ്ര അടി വീടും 26 സെന്റ് സ്ഥലവും, 2-3 സമ്മാനം യൂസ്ഡ് കാറുകൾ, 4 സമ്മാനം പുതിയ ബുള്ളറ്റ് നൽകുമെന്നാണ് പറഞ്ഞത്. മെയ് 25-ന് നറുക്കെടുപ്പ് നടത്താനാണ് നിശ്ചയിച്ചിരുന്നെങ്കിലും കൂപ്പണുകൾ പ്രതീക്ഷിച്ച പോലെ വിൽക്കാൻ കഴിയാത്തതിനാൽ തീയതി നീട്ടി. ഇത് അയാൾക്ക് ലോട്ടറി ഉണ്ടാക്കിയിട്ട് കുറെ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയതല്ല. ഭാര്യ ക്യാൻസർ രോഗിയാണ്, ചികിത്സിക്കാൻ നിവൃത്തിയില്ല. നമുക്കറിയാം കഴിഞ്ഞ കോവിഡ് കാലത്ത് സംഭവിച്ചതെന്ന്. കോവിഡ് തന്നെ ഇവിടുത്തെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ നാടകത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. ലോക്ക്ഡൌൺ എന്ന് പറയുന്ന വലിയൊരു പ്രഹസനം നടത്തിയത്. സത്യത്തിൽ കൊറോണ എന്നത് കുറെ നുണയായിരുന്നു എന്നും എമർജൻസി യൂസ് അപ്രൂവൽ മെഡിസിൻ കഴിച്ചവർ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചതെന്നും അതിനുശേഷം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കോവിഡ് വന്ന ശേഷം ആരും തന്നെ ശ്വാസം മുട്ടി മരിച്ചിട്ടില്ല എന്നും ചിന്തിക്കുമ്പോൾ ഇതിന്റെ വ്യാപാര സാധ്യത മനസ്സിലാക്കും. ഒന്നുകൂടി കടുപ്പിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊറോണ വാക്സിൻ എടുത്ത ശേഷം പലരും കുഴഞ്ഞു വീണ് മരിക്കാൻ തുടങ്ങി. അവസാനം അതിന്റെ ഫാക്ട് ഷീറ്റിൽ പറഞ്ഞതുപോലെ കൊറോണ വാക്സിനാണ് മരണകാരണമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സർക്കാരുകൾ കൈയൊഴിഞ്ഞു. അത് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും. അവർ പറഞ്ഞെന്താണ്, ഞങ്ങള് ഈ വാക്സിൻ എടുക്കാൻ പറഞ്ഞിട്ടില്ല, നിർബന്ധിച്ച് പറഞ്ഞിട്ടില്ല, അത് അവരുടെ ഇഷ്ടത്തിന് സൗകര്യം പോലെ എടുത്തതാണ്. സത്യം അതാണോ? ഇവിടെ മൂത്രമൊഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ, കക്കൂസി പോകണമെന്നുണ്ടെങ്കിൽ, മുറുക്കാൻ വാങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ, അരി വാങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ കോവിഡ് വാക്സിൻ ഉണ്ടെങ്കിൽ നടക്കുള്ളൂ എന്നുള്ളൊരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് സത്യമാണിത്. അത്തരത്തിലുള്ള ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി അതിന്റെ ഫലമായിട്ട് പലരുടെയും കച്ചവടങ്ങൾ, അവരുടെ വ്യവസായങ്ങൾ, അവരുടെ വരുമാന മാർഗങ്ങൾ എല്ലാം അടഞ്ഞു തകർന്നു തരിപ്പണമായി. പ്രവാസ ലോകത്ത് തട്ടിക്കൂട്ടിയിരുന്ന പലരുടെയും സ്വപ്നങ്ങൾ ഇവിടെ നിന്നുള്ള എല്ലാം വിറ്റുപറക്കിയിട്ടും അല്ലാതെ ലോൺ എടുത്തും ഒക്കെ കൊണ്ട് നടത്തിയിരുന്ന പല സ്ഥാപനങ്ങളും അവരുടെ പ്രതീക്ഷകളും എല്ലാം തകർന്നുപോയി. അതിലൊരാളാണ് ഈ ബെന്നി തോമസ്. കാരണം ഇദ്ദേഹം കടത്തിന്റെ പുറത്ത് കടവുമായി കടം തീർക്കാൻ നിവൃത്തിയില്ല. നമുക്കറിയാമല്ലോ, ഇത്തരത്തിലൊരു കടക്കണിയിൽ കുടുങ്ങി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വീട് സ്ഥലമൊന്നും മര്യാദയ്ക്ക് വിൽക്കാൻ പറ്റൂല, മര്യാദയ്ക്കുള്ളൊരു വില കിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും ഉള്ളത് വിറ്റുപറക്കി കടം തീർത്ത് ഒരു വാടക വീടാണെങ്കിലും അങ്ങോട്ട് മാറി ഭാര്യയും ചികിത്സിച്ച് മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കളയാമെന്ന് വെച്ചിട്ടാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അദ്ദേഹത്തിന്റെ ആ വീടും സ്ഥലവും വിറ്റ് കളയാമെന്ന് കരുതുന്നത്. അല്ലാതെ ഈ നാട്ടില് ലോട്ടറി നടത്തിയിട്ട് അങ്ങ് കോടികൾ ഉണ്ടാക്കാന്ന് കരുതിയിട്ടൊന്നുമല്ല. അങ്ങനെയാണ് ഇവിടെ കരുതിയിരിക്കുന്നത്. അങ്ങനെ ഈ ലോട്ടറി വകുപ്പിന്റെ പരാതിയിൽ വരുന്നേ. ഇവിടെ ഈ പിണറായി സർക്കാർ ഭരിച്ച് 10ാം വർഷം പൂർത്തിയാകുന്ന സമയത്താണ് ഈ വാർത്ത വരുന്നത്. ചിന്തിക്കണം. ഇവിടെ ഉള്ളവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സഹായമോ അല്ലെങ്കിൽ ലോണോ മറ്റു തിരിച്ചടവുകളോ ഒക്കെ അടയ്ക്കാനുള്ള ഒരു സാവകാശമോ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ഇവർ കുടുംബം തമ്മിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ പിണറായി നാളെ വന്നുകൊണ്ട് റീത്തും വെച്ചിട്ട് അയ്യോ അങ്ങ് ചെയ്യാമായിരുന്നു, നമ്മൾ സർക്കാർ അറിഞ്ഞില്ലായിരുന്നു എന്നൊക്കെ പറയും. ഇയാൾ എന്താ ചെയ്തത്? അയാളുടെ വീടും പറമ്പും സ്ഥലവും വിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കടവും തീർത്ത് ഭാര്യയെ ചികിത്സ നോക്കാൻ ആളില്ല. അയാൾ ജയിലിലാണ്. അയാൾ റിമാൻഡിലായപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഭാര്യയെ നോക്കാൻ ആളുണ്ടാവില്ല. കുട്ടികൾ അവരുടെ വളരെ ദുരിതമാണ്. കടം വാങ്ങാൻ പോലും ആരുണ്ടാവില്ല. അതായത് അവരെ സഹായിക്കാൻ ഒരു മനുഷ്യനില്ല. ലോട്ടറി വകുപ്പ് എന്ന് പറയുന്ന മഹാകൊള്ളക്കാർ, ആ കൊള്ള ഞങ്ങൾ നടത്തിക്കോളാം, ഞങ്ങളെ കൊള്ളയ്ക്ക് നിങ്ങൾ തുരങ്കം വെക്കേണ്ട എന്നാണ് പറയുന്നത്. ഇവിടെ എത്ര കോടിയാണ് പിരിച്ചെടുക്കുന്നത്?
എത്ര കോടിയാണ് പിരിച്ചെടുക്കുന്നത്? അതിൽ ഒരു ചെറിയൊരു അംശമുണ്ടെങ്കിൽ ഈ സാധുവിന്റെ കടം തീർക്കാൻ പറ്റും, ബാധ്യത തീർക്കാൻ പറ്റും ലോട്ടറി വകുപ്പിന്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തിരുന്നതെങ്കിൽ അന്തസ് ഉണ്ടായിരുന്നു. ഇവിടെ അതല്ല. ഇവിടെ സാധുക്കളായ ജനങ്ങൾക്ക്, കഷ്ടപ്പെടുന്നവർക്ക് യാതൊന്നും ചെയ്തു കൊടുക്കൂല. ഒരാളെ പോലും പരിഗണിക്കില്ല. ഒരാളുടെ കടബാധ്യതയിൽ ഒരു ആശ്വാസവാക്ക് പറയില്ല. ഒരാളുടെ രോഗത്തിൽ ഒരു സാന്ത്വനം പറയില്ല. ഒക്കെ തള്ളി അങ്ങോട്ട് മറിക്കും. ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ഒരു മഹാദുരന്തമാണത്. വാഗ്ദാനങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. കുറെ കോൺക്രീറ്റ് കെട്ടിടങ്ങളും നെടുനീളം ചില റോഡുകളും അതില്ല എന്ന് പറയുന്നില്ല. അത് പുഴുങ്ങി തിന്നാൻ ഇവിടെ പറ്റില്ല എന്നും വിശപ്പടങ്ങില്ല എന്നും നാട്ടുകാരുടെ കടം തീർക്കില്ല എന്നും ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇവിടെ ഇയാൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെയാണ് അയാൾ വീട് സ്ഥലം വിൽക്കാൻ നോക്കിയത്. അതായത് വിൽക്കാൻ നോക്കാന്ന് പറഞ്ഞാൽ അത് വാങ്ങാനുള്ള കെൽപ്പ് ഇവിടെ ഉള്ളവർക്കില്ല, ആർക്കും വേണ്ട. ഇപ്പൊ നോക്കൂ, വീട് തന്നെ പറയുന്നു 3300 ചതുരശ്ര അടി വീട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള വീടാണ്. അത്രയും വലിയ വീടും 26 സെന്റ് സ്ഥലവും വാങ്ങാൻ കപ്പാസിറ്റി ഉള്ളവരിവിടെ ഉണ്ടാക്കണമെന്നില്ല, അവർ വേണ്ട അവർക്ക്. അപ്പൊ ഇയാൾക്ക് എങ്ങനെയെങ്കിലും അത് വിറ്റ് ഒഴിവാക്കി അയാളുടെ കടം തീർക്കുക. ഭാര്യ ഭാര്യ ക്യാൻസർ രോഗിയാണ്, ചികിത്സിക്കാൻ ചില്ലറ പണമൊന്നും പോരാ. അതായത് ശാസ്ത്രീയ ചികിത്സയിൽ മാത്രമേ ചികിത്സിക്കാൻ സമ്മതിക്കുള്ളൂ. ലക്ഷക്കണക്കിന് രൂപ ഓരോ മരുന്നിനെ ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണം. ആര് ചികിത്സിക്കണം? മറ്റ് ചികിത്സാ മേഖലയിൽ ചികിത്സകളുണ്ട്, അതുപോലും കൊടുക്കാൻ സമ്മതിക്കുകയില്ല. അതായത് നായ പശുവിനെ തിന്നാൻ സമ്മതിക്കുകയുമില്ല, എന്നാൽ നായയൊട്ട് തിന്നുകയുമില്ല എന്ന മട്ടിലാണ് ഇവിടുത്തെ ഭരണത്തിന്റെ ഒരു പോക്ക് എന്ന് പറയുന്നത്. വല്ലാത്തൊരു കഷ്ടമാണത്. അദ്ദേഹത്തിന്റെ വീടും സ്ഥലവും വിൽക്കുന്നു, അതോടുകൂടി അത് കഴിഞ്ഞു. ഇവിടെ അയാൾ നാളെ മുതൽ തൊട്ടടുത്ത് പറമ്പുകാരന്റെ പറമ്പ് വാങ്ങിയിട്ട് അയാൾ കച്ചവടം നടത്താനൊന്നും പോകുന്നില്ല. ഇതൊരു സ്ഥിര തൊഴിലായിട്ട് വെക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ സ്ഥലം വിറ്റ് എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് ആശ്വാസത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കാന്ന് വിചാരിക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. അതിനെ ഇനി വളർത്തിയില്ല എന്നുണ്ടെങ്കിൽ തളർത്താതിരുന്നൂടെ? സത്യത്തിൽ ലോട്ടറി വകുപ്പ് കാണിച്ചിട്ടുള്ള മഹാത്യമായ തരമാണ്. നിയമമൊക്കെ കാര്യങ്ങളൊക്കെ പറയാം. നിയമം മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്, മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഇവർ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തായിരുന്നെങ്കിൽ നാളെ റീത്തും കൊണ്ടുകൊണ്ട് പിണറായി വന്നേനെ, അല്ലെങ്കിൽ ലോട്ടറി വകുപ്പിന്റെ മേധാവികൾ വന്നേനെ, അതും അല്ലെങ്കിൽ മറ്റു കൊള്ളക്കാരെല്ലാം കൂടെ നിരന്ന് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. അവർ ആത്മഹത്യ ചെയ്തില്ല. ചെയ്യാതെ അവർക്കുള്ള സമ്പാദ്യം എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് അത് കടമൊന്ന് തീർത്ത് ആ ചികിത്സയൊന്ന് ശരിയാക്കി വല്ല വാടക വീട്ടിൽ എവിടെയെങ്കിലും ഒന്ന് കിടക്കാന്ന് വിചാരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ പുഴുത്ത് നാറുകയുള്ളൂ ഈ ഭരണകർത്താക്കൾ. അതിൽ പിണറായി ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാം ഒന്ന് ഇറക്കി വെച്ച് എങ്ങനെയെങ്കിലും സമാധാനത്തെ എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്ന ഈ സാധുവിനെ പിടിച്ച് ജയിലിലിട്ടേക്കാണ്. അപ്പൊ സമാധാനമായി പിണറായിക്കും കൂട്ടർക്കും മറ്റെല്ലാവർക്കും. പിണറായി ആണല്ലോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരുത്തൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അവൻ ലോട്ടറി ചെയ്യേണ്ട സാഹചര്യം വരുന്നത്, അവന്റെ വീട് എന്തുകൊണ്ട് ഇങ്ങനെ വിൽക്കേണ്ടി വരുന്നു അന്വേഷിക്കണ്ടേ? ഇവിടെ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവനെയൊക്കെ വോട്ട് കുത്തി അങ്ങോട്ട് കയറ്റി വെച്ചേക്കുന്നത്, ചൂണ്ടുവരല് മഷി പുരട്ടി അങ്ങോട്ട് കയറ്റി വെച്ചേക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ? അപ്പൊ അവരത് നോക്കാത്തത് കൊണ്ടല്ലേ അയാളെ നിലയിൽ കഴിയുന്ന മാർഗം അയാൾ നോക്കുന്നത്. അയാളെ ബാങ്ക് കുത്തി തുറക്കാനൊന്നും പോയില്ലല്ലോ, അയാൾ എവിടെ പിടിച്ചു പറിക്കാനൊന്നും പോയില്ലല്ലോ, ആരുടെ മുതലും കൊല്ലാനോ കൊള്ളയടിക്കാനൊന്നും പോയില്ലല്ലോ. അയാളുടെ ഉള്ള മുതൽ അയാൾക്ക് അത് വിറ്റ് എങ്ങനെങ്കിലും കടം തീർക്കാനും ഭാര്യ ചികിത്സിക്കാനുള്ള മുതൽ ഉണ്ടാക്കാനുള്ള അവസാനത്തെ ശ്രമം അയാൾ നടത്തി. അത്രേ ഉള്ളൂ. അതിനിവിടെ കൊള്ളയടിക്കുന്ന കൊള്ളക്കാർക്ക് അത് ബുദ്ധിമുട്ട്. ഏതായാലും വോട്ട് കുത്തി അങ്ങോട്ട് കയറ്റി വെച്ചിരുന്ന കള്ളന്മാരും കൊള്ളക്കാരന്മാരും ഇവിടെ ഭരിക്കുമ്പോൾ ഈ സാധുക്കൾ ഇങ്ങനെയുള്ള പെട്ടുപോണവർക്ക് ജീവിതമില്ലാതെ നരയിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോ അവരുടെ നിത്യ ദുരിതത്തിലേക്ക് തള്ളിയിടുമ്പോ ഞാൻ പറയുന്നത് ശപിച്ചു പോവുകയാണ്. അവർ ബന്ധപ്പെട്ട ഭരണാധികാരികളും ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾ കാണിക്കുന്ന ജനങ്ങളുടെ വിഷമത്തിനും ദുഃഖത്തിനും അവരുടെ ജീവിത സാഹചര്യത്തിനും പുല്ലുവല പോലും കൽപ്പിക്കാത്ത ഈ മുഴുവൻ ആൾക്കാരും ഉഴുത്ത് നരകിച്ച് നാരായണക്കല്ലിളകാതെ ഇവിടെ നിന്ന് കഴിഞ്ഞു പോകില്ല. Different angles. Don't forget to subscribe and support this channel.